ശ്രീ മാണി സി കാപ്പൻ. സർ, സംസ്ഥാനം രൂക്ഷമായ ധനപ്രതിസന്ധി നേരിടുമ്പോൾ ധനപ്രതിസന്ധി മറികടക്കാൻ സർക്കാർ അധിക വിഭവ സമാഹരണത്തിനായി എന്തെല്ലാം പദ്ധതികളാണ് നടപ്പാക്കിയിരിക്കുന്നത്? വിശദമാക്കാമോ? യെസ് മിനിസ്റ്റർ. സർ, അധിക വിഭവ സമാഹരണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാനം ചെയ്തത് വളരെ വിശദമായി ചെയ്തതാണ് സർ. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും അധികം വിഭവം ശേഖരിക്കാൻ നമുക്ക് ഉള്ള നികുതിക്കകത്ത് അത് ശേഖരിച്ചെടുക്കാൻ ശ്രമിച്ചതിൽ ഒന്നാം സ്ഥാനത്ത് വന്നൊരു സ്റ്റേറ്റാണ് സാർ നമ്മുടെ കേരളം. ഇവിടെ പറഞ്ഞ നേരത്തെ 47,000 കോടിയായിരുന്നു നമ്മുടെ സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ എന്നുള്ളത്. 2 വർഷം കൊണ്ട്, ഈ കോവിഡ് കഴിഞ്ഞ 2 വർഷം കൊണ്ട് നമുക്ക് നല്ലതുപോലെ മുന്നോട്ട് വരാൻ കഴിഞ്ഞു. 50% വർധന വന്നു എന്നുള്ളത് ഒരു കാര്യമാണ് സാർ. അത് നോക്കുകയാണെങ്കിൽ ടാക്സിൻ്റെ കാര്യത്തിൽ നമുക്ക് മദ്യത്തിനും പെട്രോളും ഡീസലും ഒഴിച്ച് ബാക്കിയൊന്നും നമുക്കെല്ലാം തീരുമാനിക്കാൻ പറ്റുന്നത് കേന്ദ്രമാണ്. ബാക്കി നോൺ ടാക്സ് റവന്യൂവിൻ്റെ കാര്യത്തിലും ഏറ്റവും വലിയ വർധനവ് ശേഖരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുള്ളതാണ്. പക്ഷെ അത് നമ്മളീ പറഞ്ഞ പോലെ 2 വർഷം കൊണ്ട് ആ ശേഖരിച്ചെടുക്കുന്നതിൽ 50%-ലധികം വർധന വന്നു എന്നുള്ളത്, അതിനപ്പുറത്തേക്കുള്ള ഒരു പരിമിതിയുണ്ട്. നമ്മൾ എത്ര വർദ്ധിപ്പിച്ചാലും നമുക്ക് കിട്ടേണ്ട മറ്റ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടതാണ് സാർ. ആ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടത് അധിക ഉപസമാഹരണത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ടാണ് സാർ ഡൽഹിയിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും എല്ലാം അർഹമായത് കിട്ടാനും അധിക വിഭവ സമാഹരണമല്ല, അർഹമായ വിഭവ സമാഹരണത്തിന് വേണ്ടി ഡൽഹിയിലേക്ക് പോയത്. അതുകൊണ്ട് ഇവിടെ പിരിക്കുന്നത് മാത്രമല്ല, പൊളിറ്റിക്കലി ഈ കാര്യം ഉന്നയിച്ച്, ഭരണപരമായി ഈ കാര്യം ഉന്നയിച്ച് ഇന്ന് സുപ്രീം കോടതിയിൽ നടക്കുകയാണ് സർ കേസ്. ഇന്ന് സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസ് ഉൾപ്പെടെ നമ്മുടെ അധിക വിഭവ സമാഹരണത്തിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട വിഭവ സമാഹരണത്തിന് വേണ്ടിയിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. ലീഗലായിട്ട്, കോൺസ്റ്റിറ്റ്യൂഷനായിട്ടെല്ലാം ചെയ്യേണ്ട കാര്യങ്ങൾ പൊളിറ്റിക്കലായിട്ടെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർ. ചോദ്യോത്തരവേള അവസാനിച്ചിരിക്കുന്നു.